അപ്പോൾ എന്തായാലും ഫൈനലി 2026 ഫെബ്രുവരി അങ്ങനെ ഓരോ കല്യാണം നമ്മൾ ഡേറ്റ് ഫിക്സ് ആക്കിയിരിക്കുകയാണ്. ഓക്ക് വെറുതെ ഇങ്ങനെ പ്രേമിച്ച് നടക്കണമെന്നുണ്ടെന്നുള്ളൂ. പക്ഷെ ഞാനോ വേണ്ടാത്ത വീഡിയോ ചെയ്യണതിന്റെ കമന്റ് പോയിക്കൊണ്ട് ഹാർട്ട് ലവ് ഉമ്മ കൊടുക്കാനൊക്കെ എന്തൊക്കെയാ ഇൻട്രസ്റ്റ് ആണ്. ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഒന്ന് വൈകുന്നേരം ഇപ്പോൾ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി പോകും, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് പോകും. മിക്കവാറും ഞാൻ നാളേക്ക് ഒരു അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഫുഡ് വിശക്കുക, എന്തെങ്കിലും തിന്നാനൊക്കെ തോന്നുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നൂഡിൽസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ വന്നുകൊണ്ടാണെന്നുണ്ട് ഇമ്മ രാവിലെ തന്നെ ഉമ്മാൻ്റെ കുടിക്കൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഉമ്മപ്പല്ല, ഉമ്മ കുറച്ച് കഴിഞ്ഞാൽ എത്തുള്ളൂ. ഗൈസ്, ഞാൻ ഷാനുവിനെ കാണിച്ചു തരാൻ വിചാരിച്ചു, പക്ഷെ അവൻ്റെ അടുത്ത് പോകാൻ പറ്റാത്ത പോലെയാണ്. ഇവിടെ നല്ല ലാവിഷായി കിടന്നുറങ്ങാൻ കേട്ടോ. ബിന്ദിൻ്റെ അടുത്ത് പോയപ്പോൾ ബിന്ദി ഉറങ്ങിയിട്ടുണ്ട്, നല്ല ഉറക്കിലാണ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ പോയിങ്ങാണ്ട് പീടി മുന്നിലായതുകൊണ്ട് തന്നെ നൂഡിൽസ് വാങ്ങി ഉണ്ടാക്കാനുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പോയി വാങ്ങി വരാം. അച്ഛനും ഇവിടെ എത്തിയിട്ടുണ്ട്. പോയി കുളിച്ച സിനിച്ച് കുളിച്ചിട്ടില്ലല്ലോ. എത്താ കോലം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കളിച്ച് ആർമാദിച്ചല്ലേ. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാം, പോയി കുളിച്ചോ. ഉമ്മ അപ്പം വരൂ കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ സാധനം വാങ്ങിയിട്ട് ഞാൻ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ എടുക്കാൻ പറ്റുന്നതിലും ഏറ്റവും വലിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. വേറെ ഒന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് തന്നെ ആക്കിയാൽ മതി എന്നുള്ളത്. ഇപ്പം തപ്പാനൊന്നും വയ്യ, കാരണം അത് അട്ടത്തടറാക്കുമ്പോഴെല്ലാം കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വലിയൊരു ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. നമ്മൾ മാഗിയല്ല, ഇപ്പിയാണ് ഗൈസ്. ഇപ്പി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് വർക്ക് പണിയൊന്നും ചെയ്തിട്ടില്ല. ഇത് നോർമലായിട്ടുള്ള ഒരു ഇപ്പിയാണ്, കാരണം ഇത് കുറച്ച് വാട്ടറായിട്ട് ഇങ്ങനെ നിൽക്കണം, അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ബിന്ദിൻ്റെ കല്യാണമാണ് ഫെബ്രുവരി. അപ്പോൾ ഇന്ന ഡേറ്റ് നമ്മൾ പറയണില്ല. അപ്പോൾ ഫെബ്രുവരി ബിന്ദിൻ്റെ കല്യാണമാണ്. ഞാൻ ഒരു അനൗൺസ്മെൻറ്റ് ഇതൊരു വീഡിയോയിലൊന്നും ചെയ്തിട്ടില്ല, ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഗായ്സ്, നിങ്ങൾ കുറേ പേര് എപ്പോഴും ചോദിക്കേണ്ട കാര്യമാണ് ബിന്ദിൻ്റെ കല്യാണം എന്നാന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഫൈനലി 2026 ഫെബ്രുവരി അങ്ങനെ ഓരോ കല്യാണം നമ്മൾ ഡേറ്റ് ഫിക്സ് ആക്കിയിരിക്കുകയാണ്. ഞാൻ അധികം ദിവസമില്ല, ഇമ്മ ആക്ച്വലി പോയിക്കണ് കല്യാണം വിളിക്കാനാണ് കേട്ടോ, വേറെ ഒന്നിനുമില്ല. ഇന്ന് ഞായറാഴ്ച ആണ് തന്നെ അമ്മ ലീവ് എടുത്ത് കാണാൻ അങ്ങനെ പോയതാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് എത്തുപോയി കാര്യം. അപ്പോൾ എനിക്ക് പോകണമെന്നുണ്ട്, പിന്നെ നമുക്ക് അറിയുന്ന ആൾക്കാർ വിളിക്കാൻ പോകുമ്പോൾ ഞാൻ പോവുള്ളൂ ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും ഗായ്സ്, നൂഡിൽസ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അച്ചു ബിന്ദി ചാനൊക്കെ അവിടെ ഉണ്ട്, എല്ലാവരും ഉറങ്ങി. കാരണം ഇമ്മ ഉണ്ടെങ്കിലേ എല്ലാവർക്കും എനർജി ഉണ്ടാവുള്ളൂ. എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്താ പറയുക പടഞ്ഞുകൊണ്ട് നിൽക്കുള്ളൂ. ഇമ്മല്ല, ഞാൻ വീടിൻ്റെ ഉള്ളത് ഫുള്ള് ഒരു ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ ഷാനുള്ള റൂമിലെ ബിന്ദി അവിടെ കിടന്ന് ഉറങ്ങാണ്. ഞാൻ പിന്നെ ഒരു നീക്കുമ്പോഴത്തേന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ എന്തായാലും ഗായ്സ്, നൂഡിൽസ് ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി ഉള്ള കല്യാണ വിശേഷങ്ങൾ, ഉള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓളോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും പോയോട്ടെ ഗൈസ്. ഞാൻ പോയി നോക്കിയപ്പോൾ ബിന്ദി ഇപ്പം നീക്കണുള്ളൂ. ഞാൻ എനിക്കുള്ള തിന്നിട്ട് ഒരു വെന്നിട്ട് തിന്നോളൂ, വിശന്നിട്ട് കളയാം. പാത്തു നീച്ചിട്ടുണ്ട്. ബിന്ദി എനിക്ക് നൂഡിൽസ് ആണോ? അന്തേ ഉണ്ടാക്കിക്കോ പറഞ്ഞിട്ട് നൂഡിൽസ് ഇഷ്ടമല്ല എന്ന് മുതലേ? സീരിയസ്ലി അതെൻ്റെ ഒരു പുതിയ അറിവാണ് കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഇപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കിയ ടൈമിലും ബിന്ദി തിന്നിക്കിൻ്റെ അറിവിൽ. ഇപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ കൂടി പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എന്തായാലും ബാക്കിയുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ എന്തായാലും തിന്നോട്ടെ. നിങ്ങളിത് കാണുക, നൂഡിൽസ് തിന്നൂല എന്ന് പറഞ്ഞ മുതലാണ് ഇരുന്ന് തിന്നുള്ളത്. നാണം ഉണ്ടോ എനിക്ക്? നാണം ഉണ്ടോ? ഇപ്പം അടുത്തും കൂടി നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ നല്ലോണം ഇത് വെട്ടി വിഴിഞ്ഞ ഓളാണ് എന്നോട് ഒറ്റടിക്ക് പറഞ്ഞത് ഞാൻ ഇപ്പം നൂഡിൽസ് കഴിക്കാറില്ല എന്നൊക്കെ കേട്ടോ. അല്ല ബിന്ദിയ, ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിലാണെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിലാണെങ്കിലും എപ്പോഴും ഉള്ളൊരു കാര്യമാണ് എൻ്റെ കല്യാണത്തിനെ പറ്റിയുള്ള ചർച്ച. ഇന്റർവ്യൂ ഒന്നല്ല, കാരണം വെറുതെ കിട്ടിയപ്പോൾ ഒന്ന് സംസാരിച്ചത് മാത്രം. അപ്പം അതിനായിട്ട് എടുത്ത വീഡിയോ ഒന്നല്ല. ഞാൻ വെറുതെ ഒരു വൈകുന്നേരം ഒരു ഈവനിങ് വ്ളോഗ് പോലെ എടുത്താണ്. അപ്പം അതിൽ വെറുതെ വർത്താനം പറയാമെന്ന് വിചാരിച്ച്. അപ്പം എല്ലാവരും ചോദിക്കണതാണ് ബിന്ദിന്റെ കല്യാണത്തിനെ പറ്റി. എന്താ കേൾക്കുന്നില്ല? ഞാൻ കേൾക്കുന്നില്ല. അതെ, ഓക്ക് കെട്ടണം എന്നൊന്നില്ലേന്നു. ഓക്ക് വെറുതെ ഇങ്ങനെ പ്രേമിച്ച് നടക്കണമെന്നുണ്ടെന്നുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അത് പറ്റൂലല്ലോ. ഓട് വെല്ലനെ ഞങ്ങൾ വിചാരിച്ച് വെല്ലനെ പിടിച്ച് കെട്ടിച്ചിക്കാണ്ട് തടിമൊന്ന് ഒഴിവാക്കാന്നുള്ളത്.
അങ്ങനെ ഗൈസ് എന്താണ് എന്റെ കല്യാണം എങ്ങനെയാണ് എവിടെയാണ് എന്താണ് കല്യാണം കല്യാണം ഫെബ്രുവരിയിലാണ്. ഡേറ്റ് നമ്മള് പറയില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഡേറ്റ് ഇങ്ങനെ ഒരു ഡേറ്റ് ചാനലിൽ തന്നെ പുറത്തു. അല്ലല്ലേ ഗൈസ്, ഞാൻ പറഞ്ഞ ഡേറ്റ് ഇന്ന ഡേറ്റിലാണ്. ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ പറഞ്ഞു ഗൈസ്, നമ്മൾ ഡേറ്റ് ഇപ്പോ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കണില്ല. ഇൻഷാ അല്ലാഹ് അവളെ നിക്കാഹിന്റെ അന്നാണ് നമ്മൾ ഡേറ്റ് സേവ് ദ ഡേറ്റിലെ നമ്മൾ ഔട്ട് ചെയ്യുമ്പോഴാണ് ഡേറ്റ് എല്ലാരും വേറെ ദിവസം കല്യാണം വേറെ ദിവസമാണ്. അത് ഇന്റതും അങ്ങനെ തന്നെയായിരുന്നു കേട്ടാ. ഒരു 2 ദിവസം മുന്നല്ലേ നമ്മളെ ഇന്റതും അല്ല കല്യാണം ഡേറ്റ് അല്ലേ പറയത്തുള്ളൂ. ഇന്റതും അങ്ങനെ അല്ലേന്നോ. ഇന്റത് ഡിസംബർ 1-ാം തീയതി. ബിന്ദി നിക്കാഹ് വന്നിട്ടുണ്ടായിരുന്നത് ഷാനുവിന്റെ ബർത്ത്ഡേന്റെ അന്ന്, അത് 28-ാം തീയതി അല്ലേ? കറക്റ്റ് അല്ലേ? 2 ദിവസം ഗ്യാപ്പിലാണ് ഇന്റെ നിക്കാഹ് കല്യാണം നടന്നത്. നിക്കാവും കല്യാണം കൂടി 2 ദിവസം ഗ്യാപ്പില. ഇവരതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഗൈസ് അങ്ങനെ പറഞ്ഞ് ഫുൾ ആൾക്കാർക്ക് ഇത് ചെയ്യുന്നു. എന്താ പാത്തുവിന്റെ കല്യാണം ഞങ്ങൾ അതിന്റെ കെട്ടിക്കുണ്ടോന്ന് കൊറേ കവര്. ഞാൻ പിന്നെ അതിന് റിപ്ലൈ അധികം കൊടുക്കാൻ പോവില്ല. അപ്പൊ എന്തായാലും ഫൈനലി ഗൈസ് ഞങ്ങൾ അതിന്റെ ആയിട്ടുള്ള തിരക്കിലാണ് അല്ലേ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, വളരെ ചുരുങ്ങി ഒരു 10-15 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. 10-15 ദിവസം ഒന്നല്ല, ഒരു മാസം 20 ദിവസം എന്തായാലും 20 ദിവസം ഒരു മാസം തികച്ചില്ല. ഈ മാസം 10 ദിവസം കഴിഞ്ഞില്ലേ. ഇനി ഒരു 25-27 എന്തായാലും ഒരു മാസം ഏകദേശം ആ ഒരു ഡേറ്റ്, ഒരു മാസത്തിന്റെ ഉള്ളില്. അതെ പൊന്ന് ഗൈസ്. നോമ്പിന് മുന്നേ എന്തായാലും ഉണ്ടാവും. നോമ്പിന് മുന്നേ നോമ്പ് വരുന്ന എന്നാ 22-ാം തീയതിയാണ് നോമ്പ്. അതെന്താ വെച്ചാ നല്ലൊരു മാസം അടുക്കാണ്. അനസിന്റെ വീട്ടിക്ക് ദജ്ജാല് കേറുന്നത് റമളാൻ മാസത്തിന്റെ മുന്നേന്ന് മാത്രം. അപ്പൊ ഗൈസ് ഞങ്ങളെ വീട്ടിൽ നല്ല കാര്യം നടക്കണത് റമളാൻ മാസത്തിന് മുന്നേ. അനസിന്റെ വീട്ടില് ചീത്ത കാര്യം നടക്കണത് റമളാന്റെ മുന്നെയാണ്. എന്തടി ഞങ്ങളുടെ വീട്ടിൽ ഇബിലീസ് പോണത് ഫെബ്രുവരി ഇന്ന ദിവസം. ബാബുവിന്റെ മൂട്ട് കുത്താനുള്ള ആക്ച്വലി ഇവിടെ ഇമ്മല്യമ്മ കല്യാണം പറയാൻ പോയിക്കാരെ എന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാരും പൈച്ച് കെതി കെട്ടിയിരിക്കാണ്. അങ്ങനെയാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാന്നുള്ള ആ ഒരു ഇതിലെത്തിയത്. പിന്നെ നൂഡിൽസ് തിന്നോളെ, തിന്നാന്നും കിട്ടാത്തോണ്ട് എടുത്ത് തിന്ന് പറയുന്നുണ്ട്. അതൊന്നല്ല. പിന്നെ എന്തൊക്കെയാണ് കൊച്ചുണ്ണിയേട്ടാ ഭാവി പരിപാടികള്? ഒരു പരിപാടി എന്നോട് പറയട്ടാ. ഞങ്ങൾ കെട്ടുന്നു, പ്രസവിക്കുന്നു, ജീവിക്കുന്നു. പക്ഷെ ഇങ്ങനൊന്നല്ല എന്ന് പറഞ്ഞത്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി വാങ്ങാൻ പോകും, ജോലി നേടും, അതിനുശേഷം ജോലിക്ക് പോകും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് കുട്ടികളും കാര്യങ്ങളൊക്കെ ലൈഫ് ഒന്ന് സെറ്റ് ആക്കണം. അള്ളാഹു ആലം. കല്യാണം കഴിഞ്ഞ് പിന്നെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അള്ളാഹു ആലം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഫാമിലിയിൽ ഒന്നാകായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ ഇപ്പൊ കല്യാണത്തിന്റെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും തിരക്കുകളും ഡ്രസ്സ്, അതേമാതിരി ബിന്ദിന്റെ കുറെ സേവ് ദ ഡേറ്റ് ആണ്. എന്തൊക്കെ ഉണ്ട് ബിന്ദി പരിപാടികൾ? ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ എന്താ ഓൾ തന്നെയാണുള്ള എല്ലാ പ്ലാനിങ്ങും കാര്യങ്ങളും ചെറുതായിട്ട് നമ്മളോട് ചോദിക്കുന്നു. അതിന്റെ ഡ്രസ്സൊക്കെ സെറ്റ് ആയില്ലേ? ഓളെ ഡ്രസ്സ് സെറ്റായി. ഇൻഷാ അല്ലാഹ് എന്തായാലും അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇന്റെ കല്യാണത്തിന് ശേഷം നമ്മളെ ഫാമിലിയിൽ നടക്കുന്ന അടുത്ത കല്യാണം അല്ലെ. ഇനി ഒരു പെൺകുട്ടിന്റെ കല്യാണം നമ്മളെ കുടുംബത്തിലല്ലോ. ആരുടെയും നമ്മളെ ഫാമിലിയിലോ നമ്മള് 4 മക്കളിലോ ഇല്ല. എന്നുവെച്ചാല് നമ്മളെ കുടുംബം നമ്മള് 4 മക്കളില് ഞങ്ങൾ 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ഇനി ഷാനുവിന്റെയും സീനുവിന്റെയും അതൊക്കെ ഇനി എന്ന്. അന്നൊക്കെ ബിന്ദിക്ക് എത്ര വയസ്സേക്കാരല്ലേ? 10 എനിക്കൊരു 30 ഒരു 6 കൊല്ലം കഴിഞ്ഞിട്ട് ഷാനുവിന്റെ കൂട്ടിക്കൊള്ളു. ഒരു 6-7 കൊല്ലം കഴിഞ്ഞിട്ട് 6 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് വരുന്ന ജനുവരി 31-ാം തീയതി 25 വയസ്സാവും. ഒരു 30 വയസ്സിന് മോളാവും. 32-33 വയസ്സാവും എനിക്ക്. അപ്പൊ എനിക്ക് എത്ര കാരം? എനിക്കൊരു 26 ഉണ്ടാവും അല്ലേ? ഇതൊക്കെ കമന്റൊക്കെ പിഴകളെല്ലാം കല്യാണത്തിന് മുന്നേ അതിനൊന്നും റിപ്ലൈ. ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളെ കമന്റ് ബോക്സിൽ പല കാര്യങ്ങളും വരലുണ്ട്. ഞങ്ങൾ പിന്നെ അതിനെ കൂടുതലും മറുപടി ഞാൻ കൊടുക്കാൻ പോകാറില്ല. പോയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്ര നല്ലപോലെ നമ്മൾ വീഡിയോ നല്ല മാന്യത കിട്ടാലും അതിന്റെ കമന്റ് ബോക്സിൽ ഏതെങ്കിലും തീട്ടങ്ങൾ ഉണ്ടാവും. തീട്ട വർത്താനായിട്ട് വരാം. അങ്ങനത്തെ ആൾക്കാരോട് നമുക്ക് ഒന്നും പറയാനില്ല. പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റാതാവുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയലുള്ളൂ. ആക്ച്വലി അതാണ് സത്യം.
ബിന്ദി ഒരു കമന്റിന് റിപ്ലൈ ഒരു കേൾപ്പിച്ചോടുത്ത ബിന്ദിയെ ഒന്ന് കേൾപ്പിച്ചോടുക്ക്. അത് ഞാൻ എൻ്റെ മനസ്സിന്ന് എടുത്ത് പറഞ്ഞ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അല്ല വിന്ധ്യ കുറേ സാധനങ്ങളുണ്ട് എനിക്ക് അതിനെ പറ്റിയങ്ങാണ്ട് വീഡിയോ ഇടാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഒന്നാമത് ഇതേമാതിരി ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഞാൻ ഇമായിട്ടിന് റിയാക്ട് ചെയ്യാറുള്ളൂ. എന്താ പറയുക, ഞാൻ കുറേ വീഡിയോസിൽ കുറേ കമൻറ്റ് ഞാൻ കാണാറുണ്ട്, നമുക്ക് സങ്കടം വരും. പക്ഷേ ഇപ്പം എനിക്ക് ഞാൻ എന്താ പറയുക, എൻ്റെ വീഡിയോയിൽ ഇതുവരെ ഞാൻ അങ്ങനെ വൾഗറായിട്ടുള്ള കമൻറ്റ് വൾഗറായിട്ട് ഞാൻ എൻ്റെ വായന എടുത്ത് പറഞ്ഞിട്ടില്ല, യൂസ് ചെയ്യലില്ല. കാരണം ഇനി ഞാൻ ഇൻഷാ അല്ലാ എനിക്ക് ഞാൻ അത്ര നന്നായിട്ടല്ല, ഞാൻ അത്രയും മാക്സിമം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് മാന്യതയിൽ ഡീൽ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എന്നെ പ്രേരിപ്പിച്ചാൽ ഞാൻ പലതും പറഞ്ഞെന്ന് വരും. കാരണം അമ്മായത്തെ കമൻറ്റാണ് ഓരോന്നിൽ വരുന്നത്. എത്രയോ നല്ല നല്ല വീഡിയോസിലൊക്കെ ചീത്ത കമൻറ്റുകൾ ഇടണ കാണാം. എന്നാലോ വേണ്ടാത്ത വീഡിയോ ചെയ്യണതിൻ്റെ കമൻറ്റ് പോയിക്കൊണ്ട് ഹാർട്ട് ലവ് ഉമ്മ കൊടുക്കാനൊക്കെ എന്തൊക്കെ ഇൻട്രസ്റ്റ് ആണ്. ആ ഒരു ഇൻട്രസ്റ്റ് മാന്യതക്കും മര്യാദക്കും ഡ്രസ്സ് ഇട്ട് നല്ലപോലെ വീഡിയോ ചെയ്യണവരെ കമൻറ്റ് വന്നാണ് തരുമ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടാവും. മറിച്ച് തുണിമണി ഇല്ലാത്ത ഓരോ വീഡിയോയിൽ പോയിക്കാണ്ട് ഹാർട്ട് ലവ് കരളെ മുത്തേന്നൊക്കെ പറയണവരുണ്ടല്ലോ. അങ്ങനത്തെ ആൾക്കാരോട് എന്ത് പറയാനുള്ളതാണ്? ഒന്നും പറയാനില്ല.